മീനഭരണി പുനലൂരിലെ തന്നെ ഏറ്റവും വലിയ ഉത്സവമാണ് നമ്മുടെ ഭരണിക്കാവിലെ മീനഭരണി എന്ന് പറയുന്നത്. അറിയാവുന്ന പ്രായം തൊട്ട് ഈ വർഷം വരെ മുടങ്ങാതെ പോയിട്ടുള്ള ഒരേ ഒരു ഉത്സവം ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും മീനഭരണിയാണ്. ഏത് വർഷത്തെ മീനഭരണി എടുത്താലും ആ വർഷം എല്ലാം മഴ പെയ്തിരിക്കും. എന്നാൽ ഈ വർഷം എന്തോ മഴയും പെയ്തില്ല. അതുകൊണ്ട് തന്നെ സൂപ്പറായിരുന്നു കേട്ടോ ഉത്സവം കാണാൻ. ഞാനും അമ്മയും കൂടെ ആയിരുന്നു പോയത്. വൈകിട്ട് ഞങ്ങൾ നേരെ അമ്പലത്തിൽ പോയി തൊഴുത് പ്രാർത്ഥിച്ച് പിന്നെ നമ്മളിങ്ങനെ ഉത്സവം കണ്ടായിരിക്കും വരുന്നത് കേട്ടോ. ഒരുപാട് കരകളുടെ ഉത്സവമാണ് മീനഭരണിയിലുള്ള. ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 6-8 കരകൾ തന്നെ ഉണ്ടെന്ന് തോന്നുന്നു. കൃത്യമായിട്ട് എനിക്കറിയില്ല. ഓരോ കരയും ഒന്നിനൊന്നിന് മെച്ചമായിരുന്നു കേട്ടോ. ആദ്യത്തെ കരയിൽ നിന്ന് തന്നെ വന്ന ആനകളായിരുന്നു. ഒന്ന് പാമ്പാടി രാജനും ഒന്ന് പാമ്പാടി സുന്ദരനും. വരവ് തന്നെ സൂപ്പറായിരുന്നു കേട്ടോ. ശരിക്കും കണ്ടു നിന്നുപോയി. കുറേ ആനകളുണ്ടായിരുന്നു. എനിക്ക് എല്ലാ ആനയുടെയും പേരൊന്നും അറിയത്തില്ല. ഈ 2 ആനയും പിന്നെ ശിവരാജു എന്ന് പറഞ്ഞൊരു ആന എനിക്കറിയാം. ബാക്കി ആരും എനിക്കറിയത്തില്ലായിരുന്നു കേട്ടോ. അങ്ങനെ ഒരുപാട് നേരം നിന്ന് ഉത്സവം കണ്ട് ലാസ്റ്റ് കുറേതൊക്കെ നമുക്ക് കാണാൻ പറ്റാതെ ആയിപ്പോയി. ഇത് ഞാൻ 2 പാർട്ടായിട്ട് ഇടാം കേട്ടോ. പാർട്ട് 1 കുറച്ച്, ബാക്കി പാർട്ട് 2 ഇടാം. ശരിക്കും ഇത് പുനലൂരുകാരുടെ ഉത്സവമാണല്ലോ. അതുകൊണ്ട് തന്നെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടായിരുന്നു. എവിടെ നിന്നൊക്കെ ആൾക്കാർ വന്നതെന്ന് എനിക്കറിയില്ല. അത്രയ്ക്കും ക്രൗഡായിരുന്നു കേട്ടോ. ഒരുപാട് ലേറ്റായിട്ടാണെന്ന് തോന്നുന്നു ഉത്സവം തുടങ്ങിയത്. പിന്നെ ഞങ്ങൾ അങ്ങനെ അമ്പലത്തിൽ പോയി തൊഴുത് അവിടുന്ന് തന്നെ ഇങ്ങനെ ഓരോ കരയുടെയും കണ്ട് വരുന്നത് കൊണ്ട് തന്നെ സമയം പോയതും അറിഞ്ഞില്ല. മാക്സിമം എല്ലാം കാണാൻ ശ്രമിച്ചിട്ടുണ്ട്. കുറേയൊക്കെ നമുക്ക് കാണാൻ പറ്റിയില്ല. കാരണം നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് വരാൻ കുറച്ച് ദൂരം ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് ബസ് കിട്ടുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് കണ്ട് തിരിച്ചു പോരുന്നു. ബാക്കി വിശേഷങ്ങൾ പാർട്ട് 2 കാണാം.